അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 50-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. നാം മലായികത്തുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണമെന്ന്. ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്നി, ഇബ്ലീസ് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബി, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും അദ്ദേഹം എതിരായി പ്രവർത്തിച്ചു. അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു, ആ ഇബ്ലീസിനെയും ഇബ്ലീസിൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ ഔലിയാക്കളാക്കുകയാണോ? മിൻ ദൂനി, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇബ്ലീസിനെയും ഇബ്ലീസിൻ്റെ ആൾക്കാരെയും മിത്രങ്ങളാക്കുകയാണോ? വഹും ലക്കും അദുവ്വുൻ, ശരിക്കും അവർ നിങ്ങളുടെ ശത്രുവാണ് താനും. ബിഅ്സലിദ്ദാലിമീന ബദല, അക്രമികൾ അള്ളാഹുവിനെ ഒഴിവാക്കി പകരം സ്വീകരിച്ചത് വളരെ മോശമായ ഒന്നിനെയാണ്. ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഈ ആയത്ത് സംബന്ധമായി വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുറച്ച് നാട്ടിലെ പ്രധാനികൾ വന്നിട്ട്, സാധുക്കളായ കുറച്ച് സഹാബാക്കൾ നബിയോടൊപ്പം ഉണ്ടായിരുന്നു, അവരെ പറഞ്ഞ് ഒഴിവാക്കി വിടണം, നിങ്ങളോടൊപ്പം ഇരിക്കാനുള്ള അവസരം ഞങ്ങൾക്കും തരണം എന്ന് ആവശ്യപ്പെട്ട ഒരു സംഭവം. അതിനോടൊപ്പം വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും എന്ന ആയത്ത് അവതരിച്ചതും മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട തന്നെയാണ് ഈ ആയത്തും എന്നതാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പക്ഷം. അള്ളാഹു അത് പ്രത്യേകമായി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. കാന മിനൽ ജിന്നി, ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ട ആളായിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്ന്. അഥവാ ഞാൻ കുറച്ച് ഉയർന്ന ആളാണ്, മറ്റുള്ളവരെ പോലെയല്ല, അതിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ്. ആ ഒരു ചിന്തയായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അങ്ങനെ പറയാൻ ചില ആൾക്കാരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അതിന് അല്ലാഹു തആല മറുപടി പറയാണ്, ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഞാൻ മറ്റേ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനല്ല, മറ്റുള്ളവർ ചെയ്യുന്നതല്ല ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് ഉള്ള ധാരണ മനുഷ്യനിലുണ്ട്. ആ ധാരണയ്ക്കുള്ള ഒരു തിരുത്തുമായിട്ടും കൂടെയാണ് ഈ സന്ദർഭത്തിൽ ഈ ആയത്ത് പറഞ്ഞത് എന്നാണ്. അല്ലാഹു തആല പറയുന്നത്, ഇത് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യുക. ഇപ്പം ഈ സുജൂദ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന വിഷയമൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സുജൂദ് അറബി ഭാഷയിൽ വാക്കുകൾക്ക് ഒരർത്ഥമുണ്ട്, അതിൻ്റെ ഇസ്ലാമികമായ ഒരു ആശയമുണ്ട്. അതിനെ രണ്ടിനെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ സുജൂദ് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇപ്പോൾ സലാത്ത് എന്ന വാക്ക് അർത്ഥം ദുആ എന്നാണ്. നമ്മൾ സലാത്തുൽ ദുഹർ എന്ന് പറയും, ദുഹർ നമസ്കാരം. അവിടെ സലാത്ത് എന്ന വാക്കിന് കൃത്യമായ ഒരു ആശയം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദുഹറിന് എന്താണോ നിർവഹിക്കുന്നത് അതാണ് സലാത്തുൽ ദുഹർ, അല്ലെങ്കിൽ സലാത്തുൽ അസ്ർ, മഗ്രിബ് എല്ലാം. സലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ് ഭാഷാപരമായ അതിൻ്റെ അർത്ഥം. എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് ആ വാക്കിനെ പ്രത്യേകമായൊരു അമൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഭാഷാപരമായ അർത്ഥവും
അതുപോലെ നമ്മൾ നമ്മുടെ ശരീഅത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരർത്ഥവും. ആ രണ്ടർത്ഥവും ഖുർആൻ പല വാക്കുകൾക്കും പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് വാങ്ങുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. താങ്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് ആ സ്വലാത്ത് എന്ന വാക്കിൻ്റെ അവിടുത്തെ അർത്ഥം. ഖുർആൻ തന്നെയാണ് സ്വലാത്ത് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ സ്വലാത്ത് എന്ന വാക്കിന് ദുആ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം എന്ന ആ വാക്കിന് അർത്ഥമില്ല. എന്ന് പറഞ്ഞതുപോലെ സുജൂദ് നമ്മൾ സാധാരണ നെറ്റിത്തടം തറയിൽ വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർവഹിക്കുന്ന ഒരു ഇബാദത്തിൻ്റെ പേരാണ് സുജൂദ്. എന്നാൽ അതിന് ഭാഷാപരമായുള്ള അർത്ഥം കുനിയുക എന്നാണ്. ഈ അർത്ഥത്തിലും ഖുർആൻ ചില സ്ഥലങ്ങളിൽ സുജൂദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിനയപ്പെടുക എന്ന അർത്ഥത്തിലും സുജൂദ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഇവിടെ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ സുജൂദ് ചെയ്യുന്നത് പോലെ നെറ്റിത്തടം തറയിൽ വെച്ച് ആദമിൻ്റെ മുമ്പിൽ മലായിക്കത്തുകൾ സുജൂദ് ചെയ്തു എന്ന് അതിനർത്ഥമില്ല. ആദമിൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുക, തല കുനിക്കുക എന്നൊക്കെയാണ് അതിന് പറയപ്പെടുന്ന അർത്ഥം. കാലങ്ങളിലൊക്കെ കൂടുതൽ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ പ്രകടിപ്പിച്ചിരുന്ന ചില ആചാരങ്ങളുണ്ട്, ചില സമ്പ്രദായങ്ങളുണ്ട്. രാജാവിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒന്ന് തല കുനിച്ച് കാണിക്കും. നമ്മൾ സാധാരണ കാണുന്നതാണത്. അങ്ങനെയാണ് രാജാവിൻ്റെ അടുക്കലേക്ക് പോകേണ്ടതെന്നാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരെ കാണുമ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇങ്ങനെയൊക്കെ ഉയർന്ന ആൾക്കാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന വിനയത്തിൻ്റെ ആചാര രീതികളാണ് അതെല്ലാം. അത്തരം രീതികൾ എല്ലാ കാലഘട്ടങ്ങളിലും തന്നെ സമൂഹത്തിൽ നിലനിന്നു പോയതാണ്. രാജാക്കന്മാരുടെ മുമ്പിലെത്തുമ്പോൾ ഒന്ന് തല കുളിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ കൂപ്പുകൈയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രീതിയാണത്. ചില ആൾക്കാരത് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു വിനയ പ്രകടനമാണ് ഇവിടുത്തെ സുജൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല നമ്മൾ ചെയ്യുന്ന പോലത്തെ സുജൂദല്ല. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അറിവ് മലായികത്തുകളുടെ മുമ്പിൽ, മലക്കുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറദഹും അലൽ മലായികതി ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുന്തും സാദിഖീൻ ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഈ സുജൂദിൻ്റെ സംഭവം വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിവ് പഠിപ്പിക്കുന്നു. ആ പഠിച്ച അറിവിനെ സംബന്ധിച്ച് മലക്കുകളോട് ചോദിക്കുന്നു. മലക്കുകൾക്കത് അറിയില്ല. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അത് പറയുന്നു. അവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അറിവിൻ്റെ മുമ്പിൽ മലായിക്കത്തുകളോട് വിനയപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതാണ് ആദമിൻ്റെ മുമ്പിലുള്ള സുജൂദ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ഒരു സുജൂദിനെ സംബന്ധിച്ചാണ് ഇവിടെയും പറയുന്നത്. ഉസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് അത് ചെയ്തില്ല. ഇബ്ലീസ് വിനയം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന കാന മിനൽ ജിന്നി, അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയാതെ പോയത് അദ്ദേഹം ഞാൻ എന്തോ ആണ് എന്ന് വിചാരിച്ചിരുന്നവരാണ്. ഞാൻ ജിന്നാണ്, ഞാൻ സാധാരണ ഒരു സൃഷ്ടിയല്ല, സവിശേഷ സൃഷ്ടിയാണ്. അപ്പോൾ എനിക്ക് സാധാരണക്കാർക്ക് ബാധകമാകുന്ന നിയമങ്ങൾ ബാധകമല്ല എന്ന് വിചാരിക്കുകയാണ് ഇബ്ലീസ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാധാരണക്കാരും അസാധാരണക്കാരും ഒക്കെ ഉണ്ടാകാം മനുഷ്യരുടെ കൂട്ടത്തിൽ. പക്ഷേ മനുഷ്യർ സഹകരിച്ച് ജീവിക്കുന്ന സാമൂഹിക ഇടപാടുകളിൽ ഞാനൊരു അസാധാരണക്കാരനാണ് എന്ന രീതിയിലുള്ള പെരുമാറ്റത്തിനെ അഹങ്കാരമെന്ന് വിളിക്കും. അള്ളാഹ്ക്കതൊട്ടും ഇഷ്ടമല്ല. ഒന്ന്. മറ്റൊന്ന്, എത്ര വലിയ അസാധാരണക്കാരനായാലും എത്ര വലിയ രാജാവോ ചക്രവർത്തിയോ ആയാലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കു മുമ്പിൽ അവിടെ രാജാവെന്നോ പ്രജയെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഭേദമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുന്നതും അനുസരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ആരും തമ്മിൽ വ്യത്യാസമില്ല.
അള്ളാഹു പറഞ്ഞാൽ ജിന്നാണെങ്കിലും ഇൻസാണെങ്കിലും മലക്കാണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ മുമ്പിൽ സർവാത്മന അനുസരിക്കുക എന്നതല്ലാതെ അവരുടെ മുമ്പിൽ ഒഴിവ് കഴിവില്ല. പ്രവാചകന്മാർക്കും അത് ബാധകമാണ്. ഇപ്പം നമസ്കാരം 5 വക്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ബാധകമില്ല. അങ്ങനെ ഒരു നിയമമില്ല. റസൂലിനും അത് ബാധകമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ, പ്രവാചകന്മാർ, ഇവർക്കെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന ബാധകമാണ്. ഒരിക്കലും അത് ബാധകമല്ലാത്തൊരവസ്ഥയില്ല. പലരും പല സ്ഥലങ്ങളിലും സമൂഹത്തിലെ സാധാരണക്കാരനെ പറ്റിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ചില ആൾക്കാർ കഅബയിൽ നിസ്കരിച്ചു എന്ന് പറയും. ചില പ്രത്യേകമായ കോലവും വേഷവും ഒക്കെ കെട്ടി ഔലിയാക്കളാണെന്നുള്ള ഭാവത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് മുമ്പൊരിക്കൽ സംസാരിക്കുന്നു. എന്താണ് ഔലിയാക്കൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ചില ആൾക്കാർ പ്രത്യേകമായ വേഷമൊക്കെ കെട്ടി നമസ്കരിക്കാറില്ല. മക്കത്ത് നമസ്കരിച്ചു, ഒരു ശരീരവും 7 ആത്മാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം മനുഷ്യന് ഇല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ബാധകമല്ലാതാകുന്നൊരു സാഹചര്യം മനുഷ്യനില്ല. അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലായുടെ സംഭവത്തിൽ ഒരു കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലൊരു അശരീരി കേൾക്കുകയാണ്. ആ അശരീരി ശബ്ദത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് ഇനി നിയമങ്ങളൊന്നും ബാധകമല്ല, ശരീഅത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല. നമസ്കാരമോ നോമ്പോ അല്ലെങ്കിൽ അതുപോലെ മനുഷ്യൻ നിർബന്ധമായി അനുഷ്ഠിച്ചു പോരുന്ന, ഓരോ മുസ്ലിമും നിർബന്ധമായി അനുഷ്ഠിച്ചു പോരുന്ന ശരീഅത്തിൻ്റെ നിയമങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമല്ല എന്നൊരു അശരീരി കേട്ടുന്ന. അപ്പോൾ അദ്ദേഹം കൃത്യമായത് മനസ്സിലാക്കിയത് ശൈത്താൻ്റെതാണെന്ന്. കാരണം അങ്ങനെ ഒരു നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്ത രോഗത്തിൽ കിടക്കുമ്പോൾ 2 ആളുടെ തോളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോടൊപ്പം ചേർന്ന് നിന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അവസാന സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാകുന്നത് പോലുള്ള ശരീഅത്തിൻ്റെ നിയമങ്ങൾ ബാധകമായിരുന്നു. അത് ഒഴിവാകുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ പ്രവാചകന്മാരാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും, ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ലൗകികമായി ഉയർന്ന ആളായിക്കോട്ടെ, പ്രത്യേകമായ സൃഷ്ടികളായിക്കൊള്ളട്ടെ, ജിന്നിനെ പോലെ പ്രത്യേക സൃഷ്ടികളായിക്കൊള്ളട്ടെ, അള്ളാഹു തആല പറഞ്ഞ അള്ളാഹുവിൻ്റെ കൽപ്പന ആ സമൂഹത്തിന് നേരെ ഉണ്ടായാൽ, വ്യക്തികൾക്ക് നേരെ ഉണ്ടായാൽ അതവർക്കെല്ലാവർക്കും ബാധകമാണ്. അവിടെ ഞാൻ പ്രത്യേകക്കാരനാണെന്ന് വിചാരിക്കാൻ ആർക്കും അനുവാദമില്ല. ഇങ്ങനെ സമൂഹം പരസ്പരം ഇടപെടുന്നിടത്ത് ഒരു തുല്യത അല്ലെങ്കിൽ സമത്വവും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നിടത്ത് അവിടെയും തുല്യതയും സമത്വവും, അതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ ഒരു പ്രത്യേകത. ഫസജദു ഇല്ല ഇബ്ലീസ് കാന മിനൽ ജിന്നി. അയാൾ ഞാൻ പ്രത്യേകക്കാരനാണ് എന്ന് വിചാരിച്ചൊരാളായതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവിടെ അനുസരിക്കാൻ തയ്യാറായില്ല. ഫഫസഖ അൻ അംരി റബ്ബി. അള്ളാഹു തആല പറയുന്ന അടുത്ത വാക്ക് അങ്ങനെയാണ്, ഫഫസഖ അൻ അംരി റബ്ബി. ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നില്ലേ, അത് ധിക്കാരമാണ്. അത് പ്രത്യേകമായി എന്ത് യോഗ്യതയുള്ള ആളാണെങ്കിലും, ജന്മം കൊണ്ടുള്ള യോഗ്യതയാണെങ്കിലും കർമ്മം കൊണ്ടുള്ള യോഗ്യതയാണെങ്കിലും, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി ജീവിക്കുന്നത് ധിക്കാരമാണ്. ഫഫസഖ അൻ അംരി റബ്ബി. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചവനാണവൻ. അഫതത്തഹിദൂനഹു. എൻ്റെ അല്ലാഹു തആല നമ്മളോടെല്ലാവരോടും കൂടെ ചോദിക്കുകയാണ്. ഇബ്ലീസിൻ്റെ സംഭവം പറഞ്ഞു. ഇബ്ലീസ് വലിയ ആളായിരുന്നു, കൂടിയ ആളായിരുന്നു, പ്രത്യേകമായ സൃഷ്ടിയായിരുന്നു. പക്ഷെ അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ അതിരുവിട്ടു പോയതാണ്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, അഫതത്തഹിദൂനഹു വദുരിയതഹു ഔലിയാഅ മിൻ ദൂനി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഈ ഇബ്ലീസിനോടും ഇബ്ലീസിൻ്റെ കൂട്ടുകാരോടുമാണല്ലേ, എന്നോടല്ല. അഫതത്തഹിദൂനഹു.
നിങ്ങൾ ഈ ഇബ്ലീസിനെ സ്വീകരിക്കുകയാണോ? വദുര്രിയത്തഹു, അയാളുടെ ആൾക്കാരെയും, ഔലിയ, നിങ്ങളുടെ മിത്രങ്ങളായിട്ട് കൂട്ടുകാരായിട്ട്, മിന്ദൂനി, എന്നെ ഒഴിവാക്കിയിട്ട്, അള്ളാഹുവുമായുള്ള വിലായത്ത്, അള്ളാഹുവുമായുള്ള അടുപ്പം അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇബ്ലീസിനെയും ഇബ്ലീസിൻ്റെ ആൾക്കാരുടെയും കൂടെ കൂടുന്നത് എന്താണ് എന്ന് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നു. വഹും ലക്കും അദുവ്വുൻ, നിങ്ങൾ കൃത്യമായി മനസ്സിലായിക്കോളൂ. വഹും ലക്കും അദുവ്വുൻ, ഇബ്ലീസും ഇബ്ലീസിൻ്റെ ആൾക്കാരും നിങ്ങളുടെ ശത്രുക്കളാണ്. അവരൊരിക്കലും നിങ്ങളുടെ മിത്രങ്ങളല്ല. അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, മനുഷ്യവർഗമേ, അല്ലാഹു തആല പരലോകത്ത് വെച്ച് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, മനുഷ്യവർഗമേ, ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തന്നതല്ലേ, നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നതല്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കൂടെ കൂടരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രു ശൈത്താനാണ്. ബാക്കിയുള്ളവർ ചിലപ്പോൾ ശത്രു ആകാം, അല്ലാതിരിക്കാം. നമ്മൾ ശത്രു എന്ന് തോന്നുന്ന പലരും ചിലപ്പോൾ നമ്മുടെ മിത്രങ്ങളായിരിക്കും. അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ശൈത്താന്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പ്രഖ്യാപിത ശത്രു ശൈത്താനാണ്, വ്യക്തമായ ശത്രു, തർക്കമില്ലാത്ത ശത്രു ശൈത്താനാണ്. അലം അഹദിയിലേക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ഞാൻ നിങ്ങളോടത് വ്യക്തമായി പറഞ്ഞു തന്നിരുന്നതല്ലേ. അല്ലാഹു തആല ഇവിടെ വളരെ കൃത്യമായി നമ്മളോട് ചോദിക്കുന്നു, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി, നിങ്ങൾ എന്നിട്ടും എന്താണ് ഞാനുമായുള്ള ഒരു അടുപ്പം, ഒരു വിലായത്ത്, ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കാതെ ശൈത്താനുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങൾ പോകുന്നത്, അവരെ പിന്തുടരാൻ പോകുന്നത് എന്തിനാണ്? വഹും ലക്കും അദുവ്വുൻ, അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ബിഅ്സ ലിദ്ദാലിമീന ബദല, എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നു, ഈ അക്രമികൾ അഥവാ എൻ്റെ സൗഹൃദം, ഞാനുമായുള്ള അടുപ്പം, എൻ്റെ വിലായത്ത് വിട്ടിട്ട് ശൈത്താനുമായി വിലായത്ത്, സൗഹൃദം, ചങ്ങാത്തം സ്ഥാപിക്കുന്ന ആൾക്കാർ എനിക്ക് പകരം തിരഞ്ഞെടുത്ത ആ സാധനം ഉണ്ടല്ലോ ശൈത്താൻ, അത് ബിഅ്സ ലിദ്ദാലിം, വളരെ മോശമായിപ്പോയി നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. അള്ളാഹിനെ വിട്ടിട്ട് പകരം നിങ്ങൾ എടുത്ത സാധനം വളരെ മോശം സാധനമായിപ്പോയി, നിങ്ങൾ അതിനെ കൈയൊഴിച്ചേക്കുക, അതാണ് നല്ലത് എന്ന് അള്ളാഹു തുടർന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുദല്ലീന അദുദ. ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഈ പറയപ്പെട്ട വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കൾക്കെല്ലാം പങ്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ആ ധാരണയെ പൂർണ്ണമായും തിരുത്തുകയാണ്. നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധിക്കുന്ന വസ്തുക്കൾക്ക് ഒരു പങ്കുമില്ല, ഒരു കാര്യത്തിലും ഒരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ഈ ആകാശത്തിനെ സൃഷ്ടിക്കുന്നവർ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഈ ആകാശത്തിനെ സൃഷ്ടിക്കുമ്പോൾ അവരത് കണ്ടിട്ട് പോലുമില്ല എന്ന് മാത്രമാണോ, വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തെ ഞാൻ സൃഷ്ടിച്ചപ്പോൾ അതുപോലും അവരറിഞ്ഞിട്ടില്ല. അല്ലാഹു തആല വളരെ കൃത്യമായി പറയാണ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് ഈ ഭൂമിയിൽ ഒരു ഇടപെടലുമില്ല, ഒന്നിനും അവർക്ക് സാധിക്കില്ല. മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. വൽ അർദി, ഭൂമി എങ്ങനെയാണ് സൃഷ്ടിച്ചത്, എപ്പോഴാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് അല്ലാഹു തആല നിർമ്മിച്ചത്, ആകാശത്തെ എങ്ങനെയാണ് നിർമ്മിച്ചത്, ഇതൊന്നും അല്ലാഹു അല്ലാതെ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവിനും അറിയില്ല, ഒരു ആൾ ദൈവത്തിനും അറിയില്ല, ഒരു ദൈവത്തിനും അറിയില്ല എന്ന് മാത്രമാണോ, ആ ദൈവങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ അവർക്കറിയില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആരതിനെ നിർമ്മിച്ചു, അതും അവർക്കറിയില്ല. വമാ കുന്തു മുത്തഖിദൽ മുദല്ലീന അദുദ, മനുഷ്യരെ വഴികെടുത്തുന്നവരന്മാരെ ഞാൻ സഹായികളായി കൂട്ടാറില്ല. അല്ലാഹു തആല പറയാം, മനുഷ്യനെ വഴികെടുത്തുന്ന മറ്റ് ദൈവങ്ങൾ അതിനെയൊന്നും ഞാൻ എൻ്റെ സഹായിയായിട്ട് കൂട്ടാറില്ല. അവരെല്ലാം മനുഷ്യനെ വഴികെടുക്കും. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഹിദായത്തിലേക്ക് നയിക്കുന്നു, ബാക്കിയുള്ള ദൈവങ്ങൾ മനുഷ്യനെ ദലാലത്തിലേക്ക് നയിക്കുന്നു. അല്ല, അല്ലാഹു തആല ഖുർആനിലൂടെ പല സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ അല്ലാഹു തുടർന്ന് പറയുന്നു, വമാ കുന്തു മുത്തഖിദൽ മുദല്ലീന അദുദ, മനുഷ്യനെ വഴികെടുത്തുന്നവരെ ഞാൻ സഹായിയായി സ്വീകരിക്കുകയില്ല.
യൗമ യഖൂലു നാദു ശുറകാഇയ അല്ലദീന സഅംതും ഫദഅൗഹും ഫലം യസ്തജീബൂ ലഹും വജഅൽനാ ബൈനഹും മൗബിഖ. അല്ലാഹു തആല പറയുകയാണ്, ഇങ്ങനെ പല വസ്തുക്കളെ ആരാധിച്ചവർ, പല ദൈവങ്ങളെ ആരാധിച്ചവർ, യൗമ യഖൂലു, അല്ലാഹു തആല അവരോടൊക്കെ പറയും, നാദു, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, ശുറകായി, എൻ്റെ കൂട്ടുകാരെ, അല്ലദീന നാദു ശുറകായി അല്ലദീന സഅംതു, എൻ്റെ കൂട്ടുകാരാണെന്ന് നിങ്ങൾ വിചാരിച്ച് വിശ്വസിച്ചു പോന്ന കുറേ ശക്തികൾ അല്ലെങ്കിൽ കുറേ ദൈവങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഫദഅൗഹും, അവരങ്ങനെ വിളിക്കും അവകളെ. ഈസാ നബിയെ ആരാധിച്ചവർ ഈസാ നബിയെ വിളിക്കും, ഉസൈറിനെ ആരാധിച്ചവർ ഉസൈറിനെ വിളിക്കും. അങ്ങനെ ഓരോ ജീവികളെയും അല്ലെങ്കിൽ മനുഷ്യരെയും എന്തിനെങ്കിലുമൊക്കെ ആരാധിച്ചിരുന്നവരെല്ലാം പരലോകത്ത് വെച്ച് അവകളെ വിളിച്ചു നോക്കും. ഫലം യസ്തജീബൂ ലഹും, ആരുടെയും ഒരു മറുപടി കിട്ടില്ല. ഫലം യസ്തജീബൂ ലഹും വജഅൽനാ ബൈനഹും മൗബിഖ, അവരുടെ ഇടയിൽ ഞാനൊരു വലിയ അപകടത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്. സഹായികളാകുമെന്ന് വിചാരിച്ച് മനുഷ്യൻ ഈ ലോകത്ത് ആരാധിച്ചു പോന്നിരുന്ന ഒന്നും അവിടെ ഒരു ഉപകാരത്തിനും വരില്ല, ഒരു ശഫാഅത്തും ചെയ്യില്ല. അവർക്കെല്ലാം അല്ലാഹു തആല വജഅൽനാ ബൈനഹും മൗബിഖ, അവർക്കെല്ലാം ഞാനൊരു വലിയ അപകടം തീരുമാനിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറഅൽ മുജ്രിമൂന അന്നാറ ഫളന്നു അന്നഹും മുവാഖിഉഹാ വലം യജിദു അൻഹാ മസ്രിഫ. വറഅൽ മുജ്രിമൂന അന്നാർ, തെറ്റുകൾ ചെയ്ത മനുഷ്യർ നരകത്തെ നേരെ നേരെ കാണും. വറഅൽ മുജ്രിമൂന അന്നാറ ഫളന്നു അന്നഹും മുവാഖിഉഹാ, അവർക്കുറപ്പായി ആ നരകത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുവെന്ന്. വലം യജിദു അൻഹാ മസ്രിഫ, ആ നരകത്തിൽ നിന്നും അവരെ പിടിച്ചു മാറ്റാൻ, തട്ടി മാറ്റാൻ ഒരാളുമില്ല. ഈ ലോകത്ത് പലരെയും പ്രതീക്ഷിച്ചിരുന്നു, പലരിലും പല ഗുണങ്ങളും കണ്ടിരുന്നു. പക്ഷേ അതൊന്നും, അവരെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്, വിളിച്ചിട്ട് അവരാരും വരുന്നില്ല, ആരും സഹായിക്കുന്നില്ല. നരകം നേർക്ക് നേരെ കാണും, അതിൽ ചെന്ന് ഞാൻ വീഴുമെന്നവർക്ക് ബോധ്യപ്പെടും. പക്ഷേ വലം യജിദു അൻഹാ മസ്രിഫ, ആ നരകത്തിൽ നിന്നും അവരെ ഒന്ന് മാറ്റിക്കളയാൻ, ആ നരകശിക്ഷയിൽ നിന്നും അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരാളെയും അവർക്ക് അവിടെ കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ മിത്രങ്ങളാക്കി ഈ ലോകത്ത് ജീവിച്ചാൽ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശൈത്താൻ ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് വഴിതുഴച്ചു പോയവനാണ്. മനുഷ്യരെ മുഴുവൻ വഴിപിഴയ്ക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, മനുഷ്യൻ്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നൊരു ശൈത്താൻ. അത്രമേൽ മനുഷ്യനെ സ്വാധീനിക്കാൻ ശൈത്താന് കഴിയും. നിങ്ങൾ ആ ശൈത്താൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം ഇതൊക്കെയാണ്. വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകില്ല. ശൈത്താൻ എല്ലാം വിട്ട് കൈയൊഴിഞ്ഞു പോകും. അല്ലാഹു തആല തുടർന്ന് പറയുന്ന ഒരു വാക്ക് വളരെ ഗൗരവമാണ്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസലിൻ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ ഞാൻ നിങ്ങൾക്ക് മിൻ കുല്ലി മസലിൻ, എല്ലാ തരം ഉപമകളും ഉദാഹരണങ്ങളും പല രൂപത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പല രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, പക്ഷേ മനുഷ്യൻ വല്ലാത്ത തർക്കക്കാരനുമാണ്. എങ്ങനെയൊക്കെ വിശദീകരിച്ചു കൊടുത്താലും വേറെയും പഴുതുകൾ അയാൾ കാണും. അതിനങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ വേറെ ഉണ്ടാകും എന്ന് വിചാരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പഴുതുകൾ മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ലഖദ് സർറഫ്ന എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ തന്നെ പല കോലത്തിൽ തിരിക്കുന്നതിൻ്റെ പേരാണ് തസ്രീഫ്. ഒരു സാധനത്തിനെ തന്നെ പല രീതിയിൽ എന്ന് വെച്ചാൽ, ഒരു ഖുർആൻ ഒരു സംഭവം പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവം പറഞ്ഞു, അതിനെ പല രീതിയിൽ സംസാരിക്കും. അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവം പറഞ്ഞു, അതിനെ പല രീതിയിൽ, ഒരിടത്ത് ഒരു ഭാഗം വിശദമായി പറയും, അടുത്ത ഭാഗം ചുരുക്കി ഒന്ന് തൊട്ടു മാത്രം പോകും. അടുത്തയിടത്ത് വരുമ്പോൾ നേരത്തെ ആയത്തിൽ ചെറുതായി പറഞ്ഞ കാര്യം വിശദമായിട്ട് പറയും, അവിടെ വിശദമായി പറഞ്ഞ കാര്യം ഇവിടെ ചുരുക്കി പറയും. ഒരേ സംഭവത്തെ തന്നെ പല പ്രാവശ്യം ആവർത്തിക്കും.
പല രൂപത്തിൽ ആവർത്തിക്കും. അത് ചരിത്രം സംഭവം പറയുന്നിടത്ത് ഖുർആൻ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഉദാഹരണങ്ങൾ പറയും. പല രീതിയിൽ ഒരേ ആശയത്തെ സംബന്ധിച്ച് സ്ഥാപിക്കാൻ തന്നെ പല രീതിയിൽ പല ഉദാഹരണങ്ങൾ പറയും. വാഗ്ദാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വാഗ്ദാനങ്ങൾ പറയുന്നിടത്ത് സ്വർഗത്തിലെ ചില അനുഗ്രഹത്തെ സംബന്ധിച്ച് ഒരായത്തിൽ പറയും, വേറെ ചില ആയത്തിൽ വേറെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും, ചിലയിടത്ത് താക്കീതുകളെക്കുറിച്ച് പറയും. അപ്പം നരകത്തെക്കുറിച്ച് പറയും, നരകത്തിലെ ചില ശിക്ഷയെക്കുറിച്ച് ഒരിടത്ത് പറയും, വേറെ ചില ശിക്ഷകളെക്കുറിച്ച് അടുത്ത ആയത്തിൽ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യനെ നേർവഴിയിലേക്ക് എത്തിക്കാൻ ഒരു കാര്യം ഞാൻ എത്ര ആവർത്തി പറയണം, ഏതെല്ലാം രീതിയിൽ പറയണം. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് പറയുമല്ലോ, ഞാൻ പല രീതിയിൽ പറഞ്ഞു നോക്കി, പല ആവർത്തി പറഞ്ഞു നോക്കി. പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? പറഞ്ഞാൽ അനുസരിക്കണ്ടേ? ചിലർ മക്കളെക്കുറിച്ച് പറയുന്ന പരാതിയാണത്. ഞാൻ അവനോട് പല രീതിയിൽ പറഞ്ഞു നോക്കി, പല പ്രാവശ്യം പറഞ്ഞു നോക്കി, മറ്റു പലരെ കൊണ്ടും പറയിച്ചു നോക്കി. ഇതിനാണ് തസ്രീഫുൽ ആയാത്ത് എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ തന്നെ ആവർത്തിച്ചു പറയുക, പല രൂപത്തിൽ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ നിങ്ങളോട് ഇബ്ലീസിൻ്റെ സംഭവം തന്നെ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പൊരു പ്രാവശ്യം പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതിൻ്റെ രീതി എന്താണെന്ന്, ഒരു കാര്യം ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാഹു തആല പറയുന്നത് ഇബ്ലീസിൻ്റെ സംഭവം ഞാൻ പല ആവർത്തി പറഞ്ഞു, പല രൂപത്തിൽ പറഞ്ഞു. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസലിൻ. എല്ലാ കാര്യങ്ങളും പല ആവർത്തി. ഒരു സമകാലികനായ ഒരു സാഹിത്യകാരൻ ഖുർആൻ വായിച്ചതിന് ശേഷം അദ്ദേഹം അതിനെ നിരൂപിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് എഴുതിയ ആളാരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം അങ്ങനെയാണല്ലോ, ആരാ എഴുതിയെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ട്, ഇത് എഴുതിയ ആൾക്ക് മനുഷ്യൻ നന്നാകണമെന്നൊരാഗ്രഹമുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും മനുഷ്യന് നന്മയുടെ ചില പാഠങ്ങൾ പറഞ്ഞിട്ടാണ് അത് പോകുന്നത്. മനുഷ്യന് നന്മയുടെ പാഠങ്ങൾ ആവർത്തിച്ചു പറയുന്ന ഒരു രീതി ഖുർആനിൽ ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വായനാനുഭവം ഖുർആനെ കുറിച്ച് പറയാം. ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യൻ നന്നാകണം. അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം തന്നെ പല രീതിയിൽ പല ആവർത്തി പറയുന്നു. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. എല്ലാ കാര്യങ്ങളും പല ആവർത്തി പറയുന്നു. പക്ഷേ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. മനുഷ്യൻ എന്നിട്ടും എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടാകും. അത് ഇബ്ലീസ് അങ്ങനെ ആയതുകൊണ്ടല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ. ഇബ്ലീസിൻ്റെ ആ ഒരു വ്യാഖ്യാനം ശരിയായില്ല. നമ്മളങ്ങനെ വ്യാഖ്യാനിക്കുന്നൊന്നുമില്ലല്ലോ, നമ്മൾ മാന്യമായി അനുസരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇബ്ലീസിനോട് അല്ലാഹ് നേരിട്ട് പറഞ്ഞതല്ലേ, നമ്മളോട് അല്ലാഹ് നേരിട്ട് പറഞ്ഞില്ലല്ലോ, വേറെ ആളിലൂടെയല്ലേ നമ്മളോട് പറഞ്ഞത്, അല്ലെ വേറെ ഗ്രന്ഥങ്ങളിലൂടെയാണല്ലോ അള്ളാഹിൻ്റെ കുറിച്ചുള്ള കൽപ്പന നമുക്ക് കിട്ടിയത്. എന്നൊക്കെ മനുഷ്യൻ അവൻ്റെ തിന്മകൾക്ക് ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ന്യായങ്ങളെ മുഴുവൻ പൊളിക്കുന്ന തരത്തിൽ ഞാൻ സത്യങ്ങൾ ആവർത്തിച്ച് പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ തർക്ക സ്വഭാവത്തെ ഒരർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് പറയുന്നത്. മനുഷ്യൻ എത്ര തർക്ക സ്വഭാവം പാലിച്ചാലും ആ തർക്കത്തിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് ഞാൻ ആശയങ്ങളെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വമാ മനഅന്നാസ അൻ യുഅ്മിനു. ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? വമാ മനഅന്നാസ അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദ. സത്യമായ സന്ദേശം അവരുടെ കയ്യിലേക്ക് വന്നെത്തിയപ്പോൾ അതിനെ വിശ്വസിക്കുന്നതിന് മനുഷ്യന് എന്ത് തടസ്സമാണുള്ളത്? വയസ്തഗ്ഫിറു റബ്ബഹും. ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നെല്ലാം പാപമോചനം ചോദിച്ചിട്ട്, ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ട്, വിശ്വാസം ശരിയായ രീതിയിൽ പാലിച്ചു മുമ്പോട്ട് പോകുന്നതിന് അവർക്കെന്താണ് തടസ്സം? ഇല്ല അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബ്ല. ഇനി ഞാൻ മുൻകാല സമുദായങ്ങളെ നശിപ്പിച്ചതുപോലെ ഇവരോടും ആ നടപടി സ്വീകരിക്കണമെന്നാണോ? എന്നാലേ വിശ്വസിക്കുള്ളൂ എന്നാണോ അവർ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ നിഷേധത്തിൻ്റെ ഒരു സ്വഭാവം പറയുകയാണ്.
ഞാൻ പല രീതിയിൽ ഉപദേശിക്കുന്നു, പല മാർഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ എന്നിട്ടും മനുഷ്യൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇനി ഞാൻ എന്താണ് വേണ്ടത്? ഈ സമൂഹത്തെ ഒന്നായി നശിപ്പിച്ച് കളയണോ? എന്നിട്ട് വേറൊരു സമുദായത്തെ കൊണ്ടുവരണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ അക്രമം വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഈ സമൂഹത്തെ ഒന്നാക്കി മാറ്റി വേറൊരു സമുദായത്തെ കൊണ്ടുവരും. മുൻകാല സമുദായങ്ങളെ ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ അള്ളാഹു അത് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനെയും ഒന്നായി മാറ്റി വേറൊരു സമുദായത്തെ കൊണ്ടുവന്നു. അതുപോലെ പല പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ സംഭവിച്ചു. ആ സംഭവിച്ചതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടായാലേ മനുഷ്യൻ വിശ്വസിക്കുകയുള്ളൂ എന്നാണോ? ഇല്ല അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബ്ല, ശിക്ഷകൾ അവരുടെ മുമ്പിൽ നേർക്ക് നേരെ വന്നാലേ വിശ്വസിക്കൂ എന്നാണോ? വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ വയുജാദിലുൽ ലദീന കഫറൂ ബിൽ ബാതിലി ലിയുദ്ഹിദൂ ബിഹിൽ ഹഖ്ഖ വത്തഖദൂ ആയാതി വമാ ഉൻദിറൂ ഹുസ്വ. അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, ഞാൻ ഈ പ്രവാചകന്മാരെ എല്ലാം അയക്കുന്നത് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കാനാണ്. വമുൻദിരീന, തെറ്റായ മാർഗം സ്വീകരിക്കുന്നവർക്ക് താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ്. വൈജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ, എന്നാൽ അവിശ്വാസികൾ തെറ്റായ കാര്യം പറഞ്ഞിട്ട് തർക്കിക്കും, ന്യായമല്ലാത്ത കാര്യം പറഞ്ഞിട്ട് തർക്കിക്കും. ലിയുദ്ഹിദൂ ബിഹിൽ ഹഖ്ഖ, ഹക്കിനെ തകർക്കാൻ, സത്യത്തെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളന്യായങ്ങൾ പറഞ്ഞിട്ട് ആ സത്യത്തെ തകർത്ത് കളയാമെന്ന വിചാരത്തിൽ അവർ പണിയെടുത്തുകൊണ്ടേയിരിക്കും. വത്തഖദൂ ആയാതി, അവർ എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും വമാ ഉൻദിറു, ഞാൻ അവർക്ക് നൽകപ്പെട്ട താക്കീതുകളെയും ഹുസുവ, പരിഹാസമാക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന് വേണ്ടിയിട്ട് പ്രവാചകന്മാരെ ലോകത്ത് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം നല്ലത് ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്. മോശമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അതിനുവേണ്ടി തന്നെയാണ് പ്രവാചകന്മാരുടെ നിയോഗം. പക്ഷേ ജനം എന്തു ചെയ്യുന്നു? വൈജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ, കളവായ കാര്യങ്ങൾ, അന്യായമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് സത്യത്തെ അവർ തകർക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ ചെയ്തത് അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മനുഷ്യർ ചെയ്തത് അതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ചെയ്ത അതാണ്, പ്രവാചകന്മാരെ പരിഹസിക്കുക. വത്തഖദൂ ആയാതി വമാ ഉൻദിറൂ ഹുസ്വ, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ പരിഹാസമാക്കിയെടുക്കുന്നു. വമാ ഉൻദിറു, അവരോട് ചെയ്യപ്പെട്ട താക്കീതുകളെയും അവർ പരിഹാസമാക്കിയെടുക്കുന്നു. മനുഷ്യൻ്റെ പൊതുവായ പ്രകൃതം അങ്ങനെ ആവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രകൃതമായി മാറിയ മനുഷ്യരോട് ചെയ്തിട്ടുള്ള ശക്തമായ നടപടിയെ സംബന്ധിച്ചുമാണ് ഈ പറഞ്ഞ രണ്ട് ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഏറ്റവും ഗൗരവത്തിലെടുക്കാനുള്ളതാണ്. അതിനെ പരിഹാസമായി കാണുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ പുറത്തു പോകുന്ന കാര്യമാണ്. ഇന്ന് സുബഹിക്ക് ശേഷമുള്ള തഅലീമിൽ ആ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. നോമ്പിനെ സംബന്ധിച്ച്, റമളാനിലെ നോമ്പിനെ സംബന്ധിച്ച് ഇത് പട്ടിണിക്കാർക്കുള്ളതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആഹരിക്കാൻ വകയില്ലാത്തവർക്കുള്ളതാണ് നോമ്പ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പോലുള്ള അമലുകളെ പരിഹാസമായി കാണുന്നവരുണ്ട്. പരിഹാസം ദീനുൽ ഇസ്ലാമിൻ്റെ പുറത്തേക്ക് പോകുന്ന കാര്യമാണ്. ഒരു അമല് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പുറത്തു പോയില്ല. നമസ്കരിച്ചില്ല ഒരാൾ, ഉദാഹരണത്തിന് നമസ്കരിച്ചില്ല, ദീനിൻ്റെ പുറത്തു പോകുന്നൊരു കാര്യമല്ല. നോമ്പെടുത്തില്ല, ദീനിൻ്റെ പുറത്തു പോകുന്നൊരു കാര്യമല്ല. പക്ഷേ നോമ്പ് പട്ടിണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ഒരു സന്തുലിതത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നടപടിയാണ്. മക്കയിൽ മദീനയിലും ഒന്നും അന്ന് തിന്നാൻ ആഹാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായി തകർച്ച വരുമ്പോൾ അതിനെ ഒന്ന് അതിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തെ പട്ടിണി അന്ന് നിശ്ചയിച്ചതാണ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, മലയാളികളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പരിഹാസമായിട്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കാണുന്നവർ, നമസ്കാരത്തെ പരിഹസിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ താലീമിൽ കേട്ടത്. ദീനിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നതിൻ്റെ നിയമം ഒന്നാണ്, അതിനെ പരിഹസിക്കുന്നതിൻ്റെ നിയമം മറ്റൊന്നാണ്. അനുഷ്ഠിക്കാതിരിക്കാൻ അനുവാദം ഉണ്ടെന്നല്ല അർത്ഥം, അനുഷ്ഠിക്കണമെന്നും അതിൻ്റെ ഗൗരവം പറയാനുമാണ് തൊട്ടു മുമ്പ് ഇബ്ലീസിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞത്. അനുഷ്ഠിക്കൽ നിർബന്ധമായ കാര്യമാണ്, അത് പാലിച്ചേ മതിയാവൂ. പക്ഷേ സഹോദരങ്ങളെ, ദീനിൻ്റെ കാര്യങ്ങളോടുള്ള പരിഹാസം വലിയ അപകടമാണ്. അത് നമ്മുടെ ദീനിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ കൽപ്പനകൾക്ക് അത് അർഹിക്കുന്ന പ്രാധാന്യവും മഹത്വവും നൽകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മളുടെ സമയങ്ങൾ ചെലവഴിക്കണം. വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണം. ഇനി കുറഞ്ഞ ദിവസങ്ങൾ, അയ്യാമുൻ മഅദൂദാത്ത് എന്നാണ് നോമ്പിനെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു തന്നെ. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നോമ്പുള്ളൂ എന്ന്. അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഏകദേശം ഇന്നിപ്പോൾ എത്ര, 19 അല്ലേ, 19 അല്ലേ, ഇന്ന് 19ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതലോ അത്ര മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ നമുക്ക് അനുവദിച്ചു തരുന്ന, പ്രത്യേകമായി നമ്മളെ ശുദ്ധീകരിക്കാനും ഈമാനികമായി കൂടുതൽ ഊർജമുണ്ടാക്കാനും എല്ലാം വേണ്ടി അനുവദിക്കുന്ന ഈ സന്ദർഭത്തെ ഏറ്റവും നല്ല അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. പരമാവധി സാധിക്കുന്നിടത്തോളം മസ്ജിദുകളിൽ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കണം, ഇബാദത്തുകളിലായി കഴിച്ചുകൂട്ടാൻ ശ്രമിക്കണം, ദുആകളിലായിട്ട്, ദിക്റുകളിലായിട്ട്, ഖുർആൻ പാരായണത്തിലായിട്ട് നമ്മുടെ സമയത്തെ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും.